ആസാദി നൈറ്റ് എഡിഷനിലേക്ക് ഏവർക്കും സ്വാഗതം. നോക്കാം ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകൾ. LICയുടെ 6.5% ഓഹരികൾ കൂടി വിൽക്കുന്നു. ലക്ഷ്യം 31,000 കോടി. പ്രിയദർശിനി യാത്ര ആരുടെയും ഔദാര്യമല്ല, മാപ്പ് പറഞ്ഞ് തടിയൂന്നി മന്ത്രി CP ജോൺ. ജനങ്ങളെ ദുരിതത്തിലാക്കി കേന്ദ്രത്തിന്റെ EKYC നിബന്ധന. 16 മുതൽ ഗ്യാസ് സിലിണ്ടർ ലഭിക്കില്ല. അധ്യാപിക തസ്തിക നിർണയിക്കാൻ DEOമാരില്ല. മഴക്കെടുതിയിലും ഡെപ്യൂട്ടി കളക്ടർമാരില്ല. 13 KSകാരെ വീട്ടിലിരുത്തി സർക്കാർ. അന്ന് വെളിപ്പുറത്ത് പിണറായി ഉണ്ടെന്ന് സതീശൻ. ഇപ്പോൾ മുഖ്യമന്ത്രിയെ വിളിച്ചാൽ കിട്ടുന്നില്ല. ജീവൻ നൽകി രക്ഷാപ്രവർത്തനം. ഒടുവിൽ യാത്രയെ രാജേഷിന് വിട നൽകി ജന്മനാട്. സതീശന്റെ പുനർജനി വീടുകൾ എവിടെ? പിരിച്ച കോടികൾ എന്തു ചെയ്തു? MV ഗോവിന്ദൻ. തൃശൂരിൽ നൃത്ത അധ്യാപികയെ കഴുത്തുനെരിച്ച് കൊലപ്പെടുത്തി, സുഹൃത്ത് കീഴടങ്ങി. സതീശന്റെ പുനർജനി വീടുകൾ എവിടെ? പിരിച്ച കോടികൾ എന്തു ചെയ്തു? MV ഗോവിന്ദൻ. മുഖ്യമന്ത്രിയോട് ചോദ്യം ചോദിക്കുന്ന മാധ്യമപ്രവർത്തകരെ നിരീക്ഷിക്കാൻ ക്യാമറ. ജനങ്ങളെ ദുരിതത്തിലാക്കി കേന്ദ്രത്തിന്റെ EKYC നിബന്ധന. 16 മുതൽ ഗ്യാസ് സിലിണ്ടർ ലഭിക്കില്ല. മതിയായ സാവകാശം നൽകാതെയും പ്രായമായവർക്കും സാങ്കേതിക പരിജ്ഞാനമില്ലാത്തവർക്കും ബദൽ മാർഗങ്ങൾ കാര്യക്ഷമമാക്കാതെയും ഗാർഹിക ഗ്യാസ് സിലിണ്ടർ വിതരണം നിർത്താനൊരുങ്ങി കേന്ദ്ര സർക്കാർ. EKYC പൂർത്തിയാക്കാത്ത ഉപഭോക്താക്കൾക്ക് August 16 മുതൽ ഗാർഹിക നിരക്കിൽ ഗ്യാസ് സിലിണ്ടർ ലഭിക്കില്ല. ഇത് സംബന്ധിച്ച് ഉപഭോക്താക്കൾക്ക് ഫോണുകളിൽ അറിയിപ്പ് ലഭിച്ചു. August 15-നകം EKYC പൂർത്തിയാക്കാത്തവർക്ക് ഗാർഹിക നിരക്കിൽ ഗ്യാസ് സിലിണ്ടർ ലഭിക്കില്ലെന്നാണ് അറിയിപ്പിലുള്ളത്. ഇന്ത്യൻ, HP, ഭാരത് തുടങ്ങിയ എല്ലാ കമ്പനികളും ഇതിലുൾപ്പെടും. 2024 ഗ്യാസ് സിലിണ്ടർ ലഭിക്കാൻ KYC പൂർത്തിയാക്കണമെന്ന് കേന്ദ്ര സർക്കാർ ഉത്തരവിറക്കിയത്. എന്നാൽ ഇത് നിർബന്ധമില്ലാതിരുന്നതിനാൽ ബഹുഭൂരിപക്ഷവും EKYC ചെയ്തിരുന്നില്ല. ഗ്യാസ് വില കുത്തനെ കൂട്ടിയും സബ്സിഡി വെട്ടിക്കുറച്ചുമുള്ള ജനദ്രോഹ നയങ്ങൾക്ക് പിന്നാലെയാണ് പുതിയ നിബന്ധന. PM ഉജ്ജ്വൽ യോജന അടക്കമുള്ള ഗ്യാസ് സബ്സിഡി ലഭിക്കുന്ന പദ്ധതികളെ ഉപഭോക്താക്കളെ വെട്ടിക്കുറയ്ക്കൽ കൂടി ലക്ഷ്യമിട്ടാണ് ഉത്തരവ്. നിലവിൽ EKYC പൂർത്തിയാക്കിയവർക്ക് മാത്രമാണ് സബ്സിഡി ലഭിക്കുന്നത്. കണക്ഷൻ ഉടമ മരിച്ചെങ്കിൽ ഉടമസ്ഥാവകാശം മാറ്റി പ്രക്രിയ പൂർത്തീകരിക്കാൻ സമയം വേണ്ടിവരും. ഇത്തരം പ്രായോഗിക ബുദ്ധിമുട്ടുകൾ പരിഗണിക്കാതെയാണ് സമയപരിധി നിശ്ചയിച്ചത്. EKYC പൂർത്തിയാക്കേണ്ട വഴികൾ: വിതരണ കമ്പനികളുടെ ആപ്ലിക്കേഷനും ആധാർ ഫേസ് ID ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് ഓൺലൈനായി ബന്ധപ്പെട്ട ഗ്യാസ് വിതരണ ഏജൻസിയിൽ നേരിട്ടെത്തി ഗ്യാസ് വിതരണം ചെയ്യാനെത്തുന്ന ഡെലിവറി ഏജന്റുമാർ പക്കലുള്ള ഉപകരണം ഉപയോഗിച്ച്. മഴക്കെടുതിയിൽ നിരവധി ജീവൻ പൊലിഞ്ഞിട്ടും ദുരന്ത പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകാനുള്ള 8 ഡെപ്യൂട്ടി കളക്ടർമാരുടെ തസ്തികയിൽ ആളില്ല. ഏറെ ദുരന്തം നേരിടുന്ന മലപ്പുറത്ത് ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഡെപ്യൂട്ടി കളക്ടറുടെ കസേരയിൽ 1.5 മാസമായി ആളില്ല. KSS ഉദ്യോഗസ്ഥരുടേതാണ് ഈ തസ്തിക. എന്നാൽ 12 KSSകൾ ജോലിയില്ലാതെ പുറത്തു നിൽക്കുകയാണ്. തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിക്ക് നിയോഗിക്കപ്പെട്ട ഇവർക്ക് പിന്നീട് നിയമനം നൽകിയിട്ടില്ല. പ്രസവാവധി കഴിഞ്ഞെത്തിയ ഒരു KS ഉദ്യോഗസ്ഥർക്കും നിയമനം ലഭിച്ചിട്ടില്ല. കേരളം വൻ പ്രകൃതി ദുരന്തം നേരിടുമ്പോഴും ഈ ഉദ്യോഗസ്ഥരെ അവർക്കുള്ള തസ്തികയിലെ ഒഴിവുകളിൽ നിയമിക്കാൻ സർക്കാർ തയ്യാറാകുന്നില്ല. നിലവിൽ KSനുള്ള 8 ഡെപ്യൂട്ടി കളക്ടർ തസ്തികയാണ് ഒഴിഞ്ഞു കിടക്കുന്നത്. ഇതിൽ മലപ്പുറം ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഡെപ്യൂട്ടി കളക്ടർക്കും പുറമെ കാസർഗോഡ് എൻഡോസൾഫാൻ ചുമതലയുള്ള ഡെപ്യൂട്ടി കളക്ടർ തസ്തികയിലും ആളില്ല. കാസർഗോഡ് ട്രൈബൽ ഡെവലപ്മെന്റ് ഓഫീസർ, രജിസ്ട്രേഷൻ അസിസ്റ്റന്റ് IG, തൃശൂർ ഡെപ്യൂട്ടി രജിസ്ട്രാർ, തിരുവനന്തപുരം ജില്ലാ ലോട്ടറി ഓഫീസർ എന്നീ KS തസ്തികയും ഒഴിഞ്ഞു കിടക്കുന്നു. സെക്രട്ടേറിയറ്റിന് മുമ്പിൽ അധ്യാപക ജോലിക്കായി ഉദ്യോഗാർത്ഥികൾ നിരാഹാരം കിടക്കുമ്പോൾ അധ്യാപക തസ്തിക നിർണയം നടത്താൻ ചുമതലയുള്ള 2 DEO തസ്തികയിലും ആളില്ല. KSകാരെ നിയമിക്കേണ്ട തളിപ്പറമ്പ് താമരശ്ശേരി DEO തസ്തികയാണ് ഒഴിഞ്ഞു കിടക്കുന്നത്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിക്ക് നിയമിക്കപ്പെട്ട KSകാർ പൊതുഭരണ വകുപ്പിൽ തിരികെ എത്തി ജോയിൻ ചെയ്തിരുന്നു. എന്നാൽ നിയമനം നൽകിയിട്ടില്ല. കാലവർഷം കെടുതിയിൽ ജനങ്ങൾ വലയുമ്പോഴും ഇവർ പുതിയ ചുമതല ലഭിക്കാതെ വീട്ടിലിരിക്കുകയാണ്. അന്ന് വെളിപ്പുറത്ത് പിണറായി ഉണ്ടെന്ന് സതീശൻ. ഇപ്പോൾ മുഖ്യമന്ത്രിയെ വിളിച്ചാൽ കിട്ടുന്നില്ല. സംസ്ഥാനത്ത് പ്രകൃതിക്ഷോഭം നേരിടുന്നതിനാൽ സർക്കാർ വരുത്തിയ ഗുരുതര വീഴ്ച വലിയ വിമർശനങ്ങൾക്കാണ് വഴിവെച്ചിട്ടുള്ളത്. ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാനോ ഫലപ്രദമായ നിർദ്ദേശങ്ങൾ കൈമാറാനോ സർക്കാരിന് കഴിയുന്നില്ല. ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചെയർമാൻ കൂടിയായ മുഖ്യമന്ത്രി VD സതീശൻ തുടക്കം മുതൽ പുലർത്തിയ തികഞ്ഞ അലംഭാവമാണ് പ്രതിസന്ധി രൂക്ഷമായത്. അതേസമയം 2018 മഹാപ്രളയകാലത്ത് അന്ന് മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയൻ എങ്ങനെയാണ് പ്രതിസന്ധി നേരിട്ടതെന്ന ചർച്ചകൾ സജീവമാണ്.
ഇന്ന് മുഖ്യമന്ത്രിയെ വിളിച്ചാൽ കിട്ടുന്നു പോലുമില്ലെന്നും പ്രതിസന്ധി പരിഹരിക്കാനാകുന്നില്ലെന്നും UDF MLA-മാർ ഉൾപ്പെടെ പരാതിപ്പെടുമ്പോൾ പിണറായിയെക്കുറിച്ച് സതീശൻ മുമ്പ് പറഞ്ഞ വാക്കുകളും സോഷ്യൽ മീഡിയയിൽ വൈറലാണ്. ഏത് സമയത്തും വിളിച്ചാൽ ഒരു തീരുമാനമുണ്ടാകുന്ന നേതാവാണ് പിണറായി എന്നും രാഷ്ട്രീയ നേതാവ്, മുഖ്യമന്ത്രി എന്നീ നിലകളിൽ പിണറായിയോട് തനിക്ക് അടുപ്പം തോന്നിച്ച ഘടകം അതാണെന്നുമായിരുന്നു മലയാള മനോരമയോട് സതീശൻ അന്ന് പ്രതികരിച്ചത്. മഹാപ്രളയത്തിന്റെ കോവിഡ് മഹാമാരിയുടെയും കാലത്ത് ചില കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തുന്നതിനായി ഞാൻ മുഖ്യമന്ത്രി പിണറായി വിജയനെ ഫോണിൽ വിളിച്ചിട്ടുണ്ട്. പലവട്ടം ഒന്നുകിൽ അദ്ദേഹം തന്നെ ഫോണെടുക്കും, അല്ലെങ്കിൽ 10 മിനിറ്റിനകം തിരിച്ചു വിളിക്കും, എന്നിട്ട് പറയുന്ന കാര്യം ശ്രദ്ധിക്കും. അതിനുശേഷം ഒരു മറുപടി അദ്ദേഹമോ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരോ നമ്മെ അറിയിക്കും. അതെന്നെ തീർച്ചയായും അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. സംസാരിച്ച യെസ് എന്നോ നോ എന്നോ പറയും. നോ എന്നാണ് പറയുന്നതെങ്കിൽ അതിൻ്റെ കാരണം വ്യക്തമായി പറയും. യെസ് ആണെങ്കിൽ അത് ഗൗരവമുള്ള കാര്യമാണ്, അത് ശരിയാണെന്നും പറയും. എന്നിട്ട് വേണ്ട നടപടി സ്വീകരിക്കും. എന്തായാലും വിളിച്ചാൽ ഒരു തീരുമാനമുണ്ടാകും. രാഷ്ട്രീയ നേതാവ്, മുഖ്യമന്ത്രി എന്ന നിലകളിൽ എനിക്ക് അദ്ദേഹത്തോട് അടുപ്പം തോന്നിച്ച ഒരു ഘടകമാണിത്. ഇതായിരുന്നു സതീശന്റെ പ്രതികരണം. എന്നാൽ ഇന്ന് പ്രശ്നപരിഹാരത്തിനായി മുഖ്യമന്ത്രിയെ വിളിച്ചാൽ കിട്ടുന്നില്ല പോലുമെന്നാണ് തുറന്നു പറഞ്ഞത്. കുട്ടനാട് MLA റെജി ചെറിയാനാണ് അത് പറഞ്ഞത്. സ്ഥിതിഗതികൾ പറയാൻ വിളിക്കുമ്പോൾ മുഖ്യമന്ത്രിയും റവന്യൂ മന്ത്രിയും ഫോൺ എടുക്കുന്നില്ലെന്നും വെള്ളപ്പൊക്ക ബാധിത മേഖലയിൽ സർക്കാർ അടിയന്തരമായി ഇടപെടണമെന്നും സജി ചെറിയാൻ ആവശ്യപ്പെട്ടു. കനത്ത നാശം വിതച്ച പത്തനംതിട്ട ആറന്മുളം റാന്നിയിലും സർക്കാർ സഹായം എത്തിയില്ലെന്ന് MLA-മാരായ അബിൻ വർക്കിയും പഴക്കുളം മധുവും പരാതിപ്പെട്ടു. മിന്നൽ പ്രളയത്തിന്റെ 4-ാം നാളാണ് മുഖ്യമന്ത്രി പത്തനംതിട്ടയിലെത്തിയത്. പ്രധാനപ്പെട്ട ദുരിതാശ്വാസ ക്യാമ്പുകളൊന്നും സന്ദർശിക്കാതെ മടങ്ങിയതിൽ ജനങ്ങൾ അമർഷത്തിലാണ്. സ്വാതന്ത്ര്യദിനാഘോഷ പരേഡിൽ 18 പ്ലാറ്റൂണുകൾ അണിനിരക്കും. കണ്ണൂർ കളക്ടറേറ്റ് മൈതാനത്ത് ഓഗസ്റ്റ് 15 രാവിലെ നടക്കുന്ന സ്വാതന്ത്ര്യദിനാഘോഷ പരേഡിൽ 10 പ്ലാറ്റൂണുകൾ അണിനിരക്കും. പോലീസ് 4, എക്സൈസ് 1, വനം വകുപ്പ് 1, NCC 3, സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് 4, SPC 3, ജൂനിയർ എയർഫോഴ്സ് 2 എന്നിങ്ങനെയാണ് പ്ലാറ്റൂണുകളാണ് അണിനിരക്കുക. ഇതിനു പുറമെ ആർമി സ്കൂളിൻ്റെയും കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെയും ബാൻഡ് സെറ്റ് ഉണ്ടാകും. പരേഡ് മൈതാനം പരിശോധിച്ചും സ്ഥലലഭ്യതയ്ക്കനുസരിച്ച് പ്ലാറ്റൂണുകളുടെ എണ്ണത്തിൽ മാറ്റം വരാം. ആഗസ്റ്റ് 10, 13 തീയതികളിൽ സ്വാതന്ത്ര്യ ദിനാഘോഷത്തിന്റെ റിഹേഴ്സൽ പരേഡ് നടക്കും. 10, 11 തീയതികളിൽ ഉച്ച 2:30 റിഹേഴ്സലും 13 രാവിലെ 7:30 ഫൈനൽ റിഹേഴ്സൽ പരേഡും നടക്കും. റിഹേഴ്സലിനും ഓഗസ്റ്റ് 15 പരേഡിലും പങ്കെടുക്കുന്നവർക്ക് ആവശ്യമായ വാഹന സൗകര്യം RTO ഏർപ്പെടുത്തും. സ്കൂൾ ബസ്സുകളിലാണ് ഇതിനായി ഉപയോഗിക്കുക. പരേഡിൽ പങ്കെടുക്കുന്ന കേഡറ്റുകൾക്ക് DDE ആവശ്യപ്പെടുന്ന മുറയ്ക്ക് യാത്രാ സൗകര്യം, യാത്രാ കൺസെഷൻ എന്നിവ RTO ഒരുക്കും. സ്വാതന്ത്ര്യദിന പരേഡ് പൊതുജനങ്ങൾക്ക് കളക്ടറേറ്റ് മൈതാനത്തെത്തി നേരിട്ട് വീക്ഷിക്കാം. ഇതു സംബന്ധിച്ച് കളക്ടറേറ്റിൽ നടന്ന യോഗത്തിൽ ഡെപ്യൂട്ടി കളക്ടർ K. ബാലഗോപാൽ അധ്യക്ഷത വഹിച്ചു. പോലീസ്, വനം, അഗ്നിശമന സേന, KSEB, ആരോഗ്യം, DTPC, പൊതുമരാമത്ത്, കണ്ണൂർ കോർപ്പറേഷൻ, റവന്യൂ, എക്സൈസ് വകുപ്പുകളിലെ ഉദ്യോഗസ്ഥർ പങ്കെടുത്തു. തൃശൂരിൽ നൃത്ത അധ്യാപികയെ കഴുത്തുനെരിച്ചു കൊലപ്പെടുത്തി, സുഹൃത്ത് കീഴടങ്ങി. തൃശൂർ ചെറുതുരുത്തിയിൽ നൃത്ത അധ്യാപികയായ മലപ്പുറം സ്വദേശിയെ കഴുത്ത് ഞെരിച്ചു കൊലപ്പെടുത്തി. വെങ്ങര ചെറൂർ സ്വദേശി ധനലക്ഷ്മി 56-നെയാണ് കൊലപ്പെടുത്തിയത്. സംഭവത്തിൽ തേനിപ്പാലം സ്വദേശിയായ വിജീഷ് 41 പോലീസിന് മുന്നിൽ കീഴടങ്ങി. ബുധൻ രാവിലെ തേനിപ്പാലം പോലീസ് സ്റ്റേഷനിലെത്തി വിജീഷ് കൊലപാതക വിവരം അറിയിക്കുകയായിരുന്നു. തുടർന്ന് പോലീസ് നടത്തിയ പരിശോധനയിൽ ചെറുതുരുത്തി പോലീസ് സ്റ്റേഷന് സമീപത്തെ ഹന റെസിഡൻസിയിൽ ധനലക്ഷ്മിയെ മരിച്ച നിലയിൽ കണ്ടെത്തി. ചൊവ്വാഴ്ച രാത്രിയോടെ ഇരുവരും ചെറുതുരുത്തിയിലെത്തി മുറിയെടുക്കുകയായിരുന്നു. 6 വർഷമായി ഇരുവരും പരിചയത്തിലായിരുന്നു. തന്നെ വിവാഹം ചെയ്യാൻ ധനലക്ഷ്മി നിർബന്ധിച്ചതാണ് കൊലപാതകത്തിന് കാരണമെന്നാണ് വിജീഷ് പോലീസിനോട് പറഞ്ഞിട്ടുള്ളത്. ചൊവ്വ രാത്രിയോടെ കൊലപാതകം നടന്നെന്നാണ് പോലീസ് നിഗമനം. ജീവൻ നൽകി രക്ഷാപ്രവർത്തനം, ഒടുവിൽ യാത്രയായി. രാജേഷിന് വിട നൽകി ജന്മനാട്. കണ്ണൂർ ചെറുപുഴ പഞ്ചായത്തിലെ മീൻതുള്ളിത്തുരുത്തിൽ രക്ഷാപ്രവർത്തനത്തിനിടെ ഒഴുക്കിൽപ്പെട്ട മരിച്ച തിരുവനന്തപുരം കല്ലിയൂർ കിഴക്കേ തെറ്റിവിള രാജേഷ് ഭവനിൽ രാജേഷ് 37 നാട് വിട നൽകി. ഔദ്യോഗിക ബഹുമതികളോടെയായിരുന്നു സംസ്കാരം. ജനപ്രതിനിധികളടക്കം നൂറുകണക്കിന് ആളുകൾ സംസ്കാര ചടങ്ങിൽ പങ്കെടുത്തു. കർണാടക വനത്തിലെ മുന്താരിയിൽ നിന്നും കാലം വഴിയിലൂടെ ഒഴുകി പുളിങ്ങോത്ത് എത്തുന്ന കാര്യംകോട് പുഴയിൽ ഇടവരമ്പ് കാനാപീടികയ്ക്ക് സമീപം കോച്ചേരി തുരുത്തിൽ നിന്നാണ് രാജേഷിന്റെ മൃതദേഹം ലഭിച്ചത്. പുഴയ്ക്ക് നടുവിലെ തുരുത്തിൽ
ഓടക്കാടുകൾക്കിടയിൽ മലർന്നു കിടക്കുന്ന നിലയിലാണ് മൃതദേഹം കണ്ടത്. ചൊവ്വ പകൽ 12:45 ഈ ഭാഗത്ത് തിരച്ചിൽ നടത്തുന്ന റാഫ്റ്റേഴ്സ് സംഘമാണ് മൃതദേഹം കണ്ടെത്തിയത്. ശനിയാഴ്ച വൈകിട്ട് കർണാടക വനത്തിലും ഒത്തിരി കോഴിച്ചാൽ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലുമുണ്ടായ കനത്ത മഴയിലും ഉരുൾപൊട്ടലിലും കാര്യംകോട് പുഴയിൽ ജലനിരപ്പ് ഉയർന്നിരുന്നു. പുഴ കരകവിഞ്ഞതിനെ തുടർന്ന് തുരുത്തിലൊറ്റപ്പെട്ട കർഷകൻ ബെന്നിയെ രക്ഷിച്ച് കൂട്ടുകാർക്കൊപ്പം തിരിച്ചു പുഴ കടക്കുമ്പോഴാണ് നീന്തൽ പരിശീലകനായ രാജേഷിന് കുത്തൊഴുക്കിൽ കയറിൽ നിന്നും പിടിവിട്ട് കാണാതായത്. മീന്തുള്ളി വാട്ടർഫാൾഡിലെ പരിശീലകനായ രാജേഷും സുഹൃത്തുക്കളായ ഷിബിനും റാഫ്റ്റർ ജിതിനും ചേർന്ന് കരകവിഞ്ഞ് ഒഴുകുന്ന പുഴ നീന്തിയാണ് ബെന്നിയെ രക്ഷിക്കാൻ തുരുത്തിലെത്തിയത്. രാജേഷ് തന്റെ ലൈഫ് ജാക്കറ്റ് ബെന്നിക്ക് നൽകി തിരിച്ച് പുഴ കുറുകെ കടക്കവേ ഒഴുക്കിൽപ്പെടുകയായിരുന്നു. നീന്താൻ ശ്രമിച്ചെങ്കിലും മുങ്ങിപ്പോയി. വെള്ളത്തിൽ തണുത്തോ ശരീരം കോച്ചി പിടിച്ചതാവാം കാരണമെന്നാണ് സംശയിക്കുന്നത്. സാഹസികത എന്നും ഹരമായിരുന്ന രാജേഷ് മുൻപ് വയനാട്ടിലും രക്ഷാപ്രവർത്തനത്തിന് പോയിരുന്നു. അഡ്വഞ്ചർ ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് ക്ലബ്ബായ ആഡംസ് ക്ലബിന്റെ പ്രസിഡന്റായ രാജേഷ് 3 മാസമായി റപ്ലിംഗ് ഇൻസ്ട്രക്ടറായി ഇടവരമ്പിലെത്തിയത്. ത്രോബോളിൽ ദേശീയ ടീം അംഗവുമാണ്. രാജേഷ് ഒഴുക്കിൽപ്പെട്ട വിവരമറിഞ്ഞ് ഞായറാഴ്ച തിരുവനന്തപുരത്തു നിന്നും ജ്യേഷ്ഠ സഹോദരമായ SV ബിബിനിൽ, റാണ സുകുമാരൻ, കലിയൂർ ഗ്രാമപഞ്ചായത്ത് അംഗം K മഹേഷ് തുടങ്ങിയ 20 പേർ പുളിങ്ങോത്ത് എത്തിയിരുന്നു. 2 വർഷം മുൻപ് രാജേഷിന് ഇളയ സഹോദരൻ രഞ്ജിത്ത് ട്രെയിനിൽ നിന്ന് വീണ് മരിച്ചിരുന്നു. കല്ലിയൂർ കിഴക്കേ തെറ്റിവിള രാജേഷ് ഭവനിൽ രാജേഷിന്റെയും ഗീതയുടെയും മകനാണ്. ഭാര്യ ഷാഫിയ, മക്കൾ ആർഷൻ, അഭിഷേക്, സഹോദരി ആശ. സതീശന്റെ പുനർജനി വീടുകളിൽ എവിടെ? പിരിച്ച കോടികൾ എന്ത് ചെയ്തു? MV ഗോവിന്ദൻ. പറവൂർ മണ്ഡലത്തിൽ പ്രളയത്തിൽ തകർന്ന വീടുകൾ പുനർനിർമ്മിക്കാൻ എന്ന പേരിൽ പുനർജനി പദ്ധതിയുടെ ഭാഗമായി പിരിച്ച കോടിക്കണക്കിന് പണം എന്തു ചെയ്തെന്ന് മുഖ്യമന്ത്രി VD സതീശൻ വ്യക്തമാക്കണമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. പുനർജനി പദ്ധതിയുടെ ഭാഗമായി പ്രഖ്യാപിച്ച 216 വീടുകൾ എവിടെയെന്നും അദ്ദേഹം ചോദിച്ചു. 19 വീടുകൾ കൊടുത്തു എന്നാണ് പറയുന്നത്. അത് ചില ആശുപത്രിയിൽ നിന്നെല്ലാം ലഭിച്ച സ്പോൺസർഷിപ്പ് ഉപയോഗിച്ച് നിർമ്മിച്ചതാണ്. ചിലർക്ക് ചില സംഭാവനകളും കൊടുത്തിട്ടുണ്ട്. ഇത് രണ്ടും രണ്ടാണ്. പുനർജനിയുടെ പേരിൽ UK നിന്നടക്കം പിരിച്ചു കൊണ്ടുവന്ന പണം എന്ത് ചെയ്തെന്ന് സതീശൻ വ്യക്തമാക്കണമെന്ന് MV ഗോവിന്ദൻ പറഞ്ഞു. VD സതീശൻ പ്രതിയായ പുനർജനി കേസ് അട്ടിമറിക്കാനുള്ള സംസ്ഥാന സർക്കാർ ഗൂഢാലോചനകൾക്കെതിരെ LDF നേതൃത്വത്തിൽ പറവൂർ നടത്തിയ ബഹുജന പ്രതിഷേധ സദസ്സ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കളവ് പറയുന്ന പ്രതിപക്ഷ നേതാവിൽ നിന്നും കളവ് പറയുന്ന മുഖ്യമന്ത്രിയായി VD സതീശൻ മാറി. ഇത് മുഖ്യമന്ത്രി പദത്തിന് ചേർന്നതല്ല. പുനർജനി കേസിൽ സതീശനെ വെള്ളപൂശി അവതരിപ്പിക്കാനാണ് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞത്. പുനർജനിയുമായി ബന്ധപ്പെട്ട് ഒരു കേസും നിലവിലില്ലെന്നാണ് മുഖ്യമന്ത്രി പറയുന്നത്. അതും കള്ളമാണ്. ഹൈക്കോടതിയിൽ കേസ് ഇപ്പോഴും ഉണ്ടെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. പരിപാടിയിൽ CPM എറണാകുളം ജില്ലാ സെക്രട്ടറി S സതീഷ്, CPM എറണാകുളം ജില്ലാ സെക്രട്ടറി N അരുൺ തുടങ്ങിയവർ പങ്കെടുത്തു. LICയുടെ 6.5% ഓഹരികൾ കൂടി വിൽക്കുന്നു. ലക്ഷ്യം 31,000 കോടി. പൊതുമേഖലാ ലൈഫ് ഇൻഷുറൻസ് കമ്പനിയായ LIC 6% ഓഹരികൾ കൂടി വിറ്റഴിക്കാനുള്ള നടപടികൾ തുടക്കമായി. ഓഫർ ഫോർ സെയിൽ രീതിയിൽ കേന്ദ്ര സർക്കാരാണ് ഓഹരികൾ വിറ്റഴിക്കുന്നത്. 2.5% ഓഹരികൾ വിൽക്കുകയാണ് ലക്ഷ്യമിടുന്നതെങ്കിലും കൂടുതൽ ആവശ്യക്കാരെത്തിയാൽ ഹോഴ്സ് ഷൂ ഓപ്ഷൻ രീതിയിൽ മറ്റൊരു 4% ഓഹരികൾ കൂടി നൽകാനാണ് തീരുമാനം. ഇതിന്റെ ഭാഗമായി നിക്ഷേപക സ്ഥാപനങ്ങൾക്കും വൻകിട നിക്ഷേപകർക്കുമുള്ള ഇഷ്യൂ ചൊവ്വാഴ്ച നടന്നു. ചെറുകിട നിക്ഷേപകർക്ക് ബുധനാഴ്ച അപേക്ഷിക്കാം. ഓഹരി ഒന്ന് 382 രൂപ അടിസ്ഥാന വിലയിട്ടാണ് OFS ഇഷ്യൂ. വിപണിയിൽ ലിസ്റ്റ് ചെയ്ത കമ്പനിയെന്ന നിലയിൽ LICയുടെ പൊതു ഓഹരി പങ്കാളിത്തം 25%-ത്തിലെത്തേണ്ടതുണ്ട്. നിലവിൽ 3.5% മാത്രമാണ്. ഈ സാഹചര്യത്തിലാണ് സർക്കാർ കൂടുതൽ ഓഹരികൾ വിറ്റഴിക്കാനുള്ള നടപടിയുമായി മുന്നോട്ട് പോകുന്നത്. BSEയിലെ കണക്കനുസരിച്ച് നിക്ഷേപക സ്ഥാപനങ്ങളിൽ നിന്നും വൻകിട നിക്ഷേപകരിൽ നിന്നുമായി ചൊവ്വാഴ്ച 94 കോടി ഓഹരികൾക്കായി അപേക്ഷ ലഭിച്ചിട്ടുണ്ട്. ചെറുകിട നിക്ഷേപകർക്കായി പരമാവധി 8.5 കോടി ഓഹരികളും നിക്ഷേപക സ്ഥാപനങ്ങൾക്കായി 74 കോടി ഓഹരികളുമാണ് നീക്കിവച്ചിട്ടുള്ളത്. ഗ്രീൻ ഷൂ ഓപ്ഷൻ വഴിയുള്ള അധിക ഓഹരികൾക്കുൾപ്പെടെയാണിത്. മുഖ്യമന്ത്രിയോട് ചോദ്യം ചോദിക്കുന്ന മാധ്യമപ്രവർത്തകരെ നിരീക്ഷിക്കാൻ ക്യാമറ.
മുഖ്യമന്ത്രി വി ഡി സതീശനോട് ചോദ്യം ചോദിക്കുന്ന മാധ്യമപ്രവർത്തകരെ നിരീക്ഷിക്കാൻ ക്യാമറ സജ്ജീകരിച്ചു സർക്കാർ. ബുധനാഴ്ച മുഖ്യമന്ത്രിയുടെ വാർത്താസമ്മേളനത്തിന് മുന്നോടിയായാണ് PRD മാധ്യമപ്രവർത്തകരെ ചിത്രീകരിക്കാനായി ക്യാമറ സ്ഥാപിച്ചത്. സംഭവത്തിൽ പ്രതിഷേധമുയർന്നതോടെ പിന്നീട് ക്യാമറ മാറ്റുകയും ചെയ്തു. മഴക്കെടുതി കൈകാര്യം ചെയ്യുന്നതിലെ വീഴ്ച ഉൾപ്പെടെ മാധ്യമപ്രവർത്തകരിൽ നിന്നും നിരന്തരം ചോദ്യങ്ങൾ നേരിട്ടതോടെയാണ് വിചിത്ര നടപടിയിലേക്ക് UDF സർക്കാർ നീങ്ങിയത്. കഴിഞ്ഞ ദിവസം ദേശാഭിമാനിയിലെയും കൈരളി ടിവിയിലെയും മാധ്യമപ്രവർത്തകർക്കെതിരെ മുഖ്യമന്ത്രി ആരോപണം ഉന്നയിച്ചിരുന്നു. ഇതിനു പിന്നാലെയാണ് പുതിയ നീക്കം. പ്രിയദർശിനി യാത്ര ആരുടെയും ഔദാര്യമല്ല, മാപ്പ് പറഞ്ഞ് തടിയൂരി മന്ത്രി CP ജോൺ. KSRTCയിലെ ബസ്സിലെ പ്രിയദർശിനി സൗജന്യ യാത്രയുടെ ഗുണഭോക്താക്കളെ അധിക്ഷേപിച്ചതിൽ വ്യാപക വിമർശനമുയർന്നതോടെ മാപ്പ് പറഞ്ഞ് തടിയൂരി ഗതാഗത മന്ത്രി CP ജോൺ. പ്രിയദർശിനി യാത്ര ആരുടെയും ഔദാര്യമല്ലെന്നും ഖേദം പ്രകടിപ്പിക്കുന്നുവെന്നും മന്ത്രി പറഞ്ഞു. ഈ വിഷയം ഇവിടെ അവസാനിപ്പിച്ചെന്നും CP ജോൺ പറഞ്ഞു. ബസ്സിലേക്ക് തള്ളിക്കയറുന്നവർ പാവപ്പെട്ടവരായി അഭിനയിക്കുകയാണോ എന്നും പരമദരിദ്രരായി അഭിനയിക്കുകയാണെന്നുമാണ് കഴിഞ്ഞ ദിവസം മന്ത്രി പറഞ്ഞത്. ബസ്സിന് കാശില്ലാത്ത സ്ത്രീ സ്വകാര്യ സ്കൂളിലേക്ക് കുട്ടികളെ വിടുകയാണ്. ഗവൺമെന്റ് സ്കൂളുകളിൽ സീറ്റുകൾ ഒഴിഞ്ഞുകിടക്കുന്നു. ഗവൺമെന്റ് സ്കൂളിലേക്ക് കുട്ടികളെ വിടുന്നതിനും പകരം ഫീസ് കൊടുക്കേണ്ട സ്കൂളിലേക്ക് വിടുന്നു. ആശുപത്രിയുടെ കാര്യമാണെങ്കിൽ ഇതേ സ്ത്രീ തന്റെ അച്ഛനെയും ഭർത്താവിനെയും കൊണ്ട് വരാന്തയിൽ കിടക്കുകയാണ്. ഗവൺമെന്റ് ആശുപത്രിയിൽ ജനങ്ങളുടെ പെരുമാറ്റം അതിശയിപ്പിക്കുകയാണ്. ബസ് വന്നാൽ കാശ് കുറഞ്ഞ ട്രാൻസ്പോർട്ടിൽ തള്ളിക്കയറും. പാലക്കാട് കേരള ബസ് ട്രാൻസ്പോർട്ട് അസോസിയേഷൻ സംസ്ഥാന സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകയായിരുന്നു മന്ത്രിയുടെ അധിക്ഷേപം. UDFന്റെ തെരഞ്ഞെടുപ്പ് വാഗ്ദാനമായ ഇന്ദിരാ ഗ്യാരണ്ടിയുടെ ഭാഗമായ KSRTC ബസ്സിലെ സൗജന്യ യാത്ര 2 മാസമാകുമ്പോൾ ഗതാഗത മന്ത്രി നടത്തിയ വിവാദ പ്രസംഗത്തിനെതിരെ വലിയ വിമർശനമുയർന്നു. UDFിലെ മന്ത്രിമാർ തന്നെ ഗതാഗത മന്ത്രിയെ തള്ളിക്കളയുന്ന നിലയിലേക്ക് കാര്യങ്ങളെത്തിയതോടെയാണ് മന്ത്രി ഖേദം പ്രകടിപ്പിച്ചത്. ക്യൂബൻ ഐക്യദാർഢ്യ സദസ്സ് UN ചന്ദ്രൻ യാത്രയയപ്പ്. ക്യൂബൻ വിപ്ലവ നായകൻ ഫിദൽ കാസ്ട്രോയുടെ 100ാം ജന്മദിനത്തോടനുബന്ധിച്ച് ഹവാനയിൽ നടക്കുന്ന ക്യൂബൻ ഐക്യദാർഢ്യ സദസ്സിൽ പങ്കെടുക്കുന്ന കർഷക തൊഴിലാളി യൂണിയൻ സംസ്ഥാന സെക്രട്ടറി N ചന്ദ്രന് യാത്രയയപ്പ് നൽകി. 3 പെരിയ AK രാഘവൻ മാസ്റ്റർ ഹാളിൽ സംഘടിപ്പിച്ച യാത്രയയപ്പ് ചടങ്ങ് CPM സംസ്ഥാന കമ്മിറ്റി അംഗം P ശശി ഉദ്ഘാടനം ചെയ്തു. CPIM എടക്കാട് ഏരിയ സെക്രട്ടറി MK മുരളി അധ്യക്ഷയായി. N ചന്ദ്രൻ, KV ബിജു, P രഘു, KV ദിനീഷ്, P രാജൻ, PV ഭാസ്കരൻ, M പ്രജിൻ എന്നിവർ സംസാരിച്ചു. കോട്ടയം ദുരിതാശ്വാസ ക്യാമ്പിൽ ഭക്ഷണമില്ല, തീരാ ദുരിതത്തിലായി ജനം. പ്രളയക്കെടുതിയിൽ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ എത്തിയവർക്ക് തീരാ ദുരിതം. കോട്ടയത്ത് ദുരിതാശ്വാസ ക്യാമ്പിൽ കഴിഞ്ഞ 150ഓളം പേർക്ക് രാവിലെ ഭക്ഷണം കിട്ടിയില്ലെന്നാണ് പരാതി. കോട്ടയം ചങ്ങനാശ്ശേരി ഗവൺമെന്റ് ടൗൺ LP സ്കൂളിലെ ദുരിതാശ്വാസ ക്യാമ്പിലാണ് ഭക്ഷണമില്ലാതെ ജനങ്ങൾ ദുരിതത്തിലായത്. പായിപ്പാട് 1ാം വാർഡിലെ 150 പേരാണ് ക്യാമ്പിലുണ്ടായിരുന്നത്. രാവിലെ ക്യാമ്പിൽ ഭക്ഷണം ലഭിക്കാതെ വന്നതോടെ ഉച്ചയ്ക്ക് തൊട്ടടുത്ത ക്യാമ്പിൽ പോയി ഭക്ഷണം കഴിക്കാൻ മെമ്പർ പറഞ്ഞതായി ദുരിതബാധിതർ മാധ്യമങ്ങളോട് പറഞ്ഞു. ചങ്ങനാശ്ശേരിയിലെ ക്യാമ്പുകൾ ഉദ്യോഗസ്ഥരെ നിയമിച്ചിട്ടില്ല. സ്ഥലം MLAയോ നഗരസഭാ ചെയർമാനോ ക്യാമ്പുകൾ എത്തുകയോ വേണ്ട സഹായങ്ങളോ ചെയ്യുന്നില്ലെന്നും നേരത്തെ പരാതി ഉയർന്നിരുന്നു. നഗരസഭാ പരിധിയിലും മഴയ്ക്ക് ശമനമുണ്ടായെങ്കിലും കിഴക്കൻ വെള്ളത്തിന്റെ വരവിൽ ചങ്ങനാശ്ശേരിയുടെ പടിഞ്ഞാറൻ മേഖലയിൽ ജലനിരപ്പ് ക്രമാതീതമായി ഉയരുന്നു. ഇതേ തുടർന്ന് കൂടുതൽ ആളുകളെ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറ്റിപ്പാർപ്പിച്ചിരുന്നു. CPM നേതൃത്വത്തിൽ M മുകുന്ദൻ മാസ്റ്റർ, PP ഗോവിന്ദൻ അനുസ്മരണ പരിപാടി സംഘടിപ്പിച്ചു. ഇരിട്ടി റോഡിൽ നിന്നും 100 കണക്കിന് ആളുകൾ പങ്കെടുത്ത പ്രകടനം മട്ടന്നൂർ ടൗണിൽ സമാപിച്ചു. പൊതുയോഗം കേന്ദ്ര കമ്മിറ്റി അംഗം P രാജീവ് ഉദ്ഘാടനം ചെയ്തു. VK സനോജ് MLA, P പുരുഷോത്തമൻ, NV ചന്ദ്രബാബു, M രതീഷ് തുടങ്ങിയവർ സംസാരിച്ചു. ശാസ്ത്ര വായനയ്ക്ക് തുടക്കമായി. കണ്ണൂർ ഗവൺമെന്റ് ടീച്ചേഴ്സ് ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട്, മോഡൽ ഗവൺമെന്റ് UP സ്കൂൾ എന്നിവിടങ്ങളിൽ ശാസ്ത്ര വായന പദ്ധതിക്ക് തുടക്കമായി. കണ്ണൂർ APJ അബ്ദുൽ കലാം ലൈബ്രറിയും ഹാപ്പിനെസ് ഫൗണ്ടേഷനുമായി ശാസ്ത്ര മാസികകളും പുസ്തകങ്ങളും വിതരണം ചെയ്യുന്നത്. TTIയിലെ 2 ക്ലാസ് മുറികളിൽ യൂറീക്ക, ശാസ്ത്ര കേരളം, ശാസ്ത്രഗതി എന്നിവയും UP വിഭാഗത്തിൽ 10 ക്ലാസ് മുറികളിൽ യൂറീക്കയുമായാണ് വിതരണം ചെയ്യുന്നത്. കണ്ണൂർ വലിയ വളപ്പ് കാവ് റോഡിലെ ഗോപിക വളപ്പ്
ഗോപിക പ്രവീണിന്റെ സ്മരണയ്ക്ക് മുത്തശ്ശി ആശാലത കുട്ടികൃഷ്ണനാണ് മാസികകൾ സ്പോൺസർ ചെയ്തത്. TTIയിൽ നടന്ന ചടങ്ങിൽ കോർപ്പറേഷൻ കൗൺസിലർ ഇ ബീന ശാസ്ത്രവായന പദ്ധതി ഉദ്ഘാടനം ചെയ്ത് മാസികകൾ വിതരണം ചെയ്തു. വിദ്യാർത്ഥികൾ മാസികകൾ ഏറ്റുവാങ്ങി. പ്രധാന അധ്യാപിക രേഖ കക്കാടി അധ്യക്ഷയായി. ലൈബ്രറി സെക്രട്ടറി PK ബൈജു പദ്ധതി വിശദീകരിച്ചു. PTI പ്രസിഡന്റ് M ഇസ്മത്തുള്ള, ലൈബ്രറി കൗൺസിൽ മേഖലാ പ്രസിഡന്റ് KK സിറാജ്, KB അഞ്ജന എന്നിവർ സംസാരിച്ചു. കണ്ണൂർ കോർപ്പറേഷനിലെ മുഴുവൻ വിദ്യാർത്ഥികളിലും വിവിധ വ്യക്തികളുടെയും സ്ഥാപനങ്ങളുടെയും സഹകരണത്തോടെ മാസികകൾ വിതരണം ചെയ്യും. പദ്ധതിയുടെ ഭാഗമായി ശാസ്ത്ര ക്ലാസുകൾ, ശില്പശാലകൾ, ക്വിസ് മത്സരം തുടങ്ങിയ പരിപാടികൾ സംഘടിപ്പിക്കും. നമ്മുടെ ഈ ശാസ്ത്രബോധം ഇന്ന് നമുക്കറിയാം, എല്ലാം ശാസ്ത്രമാണ്. ശരി, ശാസ്ത്രത്തിലൂടെയാണ് നമ്മൾ ഇന്ന് കാണുന്ന കേരളം അല്ലെങ്കിൽ ഇന്ന് കാണുന്ന ലോകത്തിലേക്ക് എത്തിച്ചേർന്നത് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്കറിയാം. നമ്മൾ ഓരോ കാര്യത്തിലേക്ക് ഇന്ന് നമുക്കറിയാം, നമ്മളെ പഴയ തലമുറയിൽ ജീവിച്ച ആളുകൾക്കെല്ലാം അറിയാം ഇന്ന് കേരളം എത്രത്തോളം വളർന്നിട്ടുണ്ടെന്ന്. അതുപോലെ നമ്മുടെ കുഞ്ഞുങ്ങൾ നമുക്കറിയുന്നതിനെക്കാട്ടിയും വായന എന്നത് നമ്മുടെ മനസ്സിൽ തറച്ചു നിൽക്കുന്ന കാര്യങ്ങൾ.